നിങ്ങൾ ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഷോർട്സ് കാണാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അത് എത്രയാണ് നിങ്ങളുടെ സാലറി? എനിക്ക് കിട്ടുന്ന ലക്ഷങ്ങളാണ് എന്നൊരു ഫ്രഷർ പറഞ്ഞ വീഡിയോസ് ഇഷ്ടംപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടിട്ടുണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങളത് വിശ്വസിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വരരുത്. ഈ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭൂരിഭാഗം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് അല്ലെങ്കിൽ കോച്ചിങ് കൊടുക്കുന്ന ഏജൻസികളാണ്. സോ അത് വിശ്വസിച്ച് നിങ്ങൾ മണ്ടന്മാരാവാണ്ടിരിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടാൻ പോകണില്ല. നിങ്ങൾക്ക് അതിന് ലക്ഷങ്ങൾ സമ്പാദിക്കാനും പറ്റില്ല. ഞാനൊരു പെർഫോമൻസ് മാർക്കറ്റിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. എനിക്ക് നിയർലി 8 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്ക് കിട്ടുന്നത് തന്നെ നിയർലി 1 ലാഖിൻ്റെ അടുത്താണ് സാലറി പറയുന്നത്. നമുക്ക് നമ്മുടെ കഴിവുണ്ടെങ്കിൽ നമുക്ക് അത് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സാലറി വേണ്ടത് 1 ലാഖാണ് കേരളത്തിൽ പറയുന്നത്. ഔട്ട് ഓഫ് കേരള ഞാൻ പറയാം, കേരള ഔട്ട് ഓഫ് കേരള കുറച്ച് കൂടുതൽ കിട്ടും. പക്ഷേ നമ്മൾ പർച്ചേസ് പവർ പാരിറ്റി നോക്കുകയാണെങ്കിൽ അത് സെയിം തന്നെ ആയിരിക്കും അവിടെ കിട്ടുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഇത് വിശ്വസിച്ച് ഡിജിറ്റൽ മാർക്കറ്റ് കോഴ്സ് ചെയ്യാണ്ടിരിക്കുക. നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലാണെങ്കിൽ ഒരു 15,000 ഏറ്റവും ബേസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആവറേജ് നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന സാലറി ഒരു 50,000 ആണ്. അല്ല, നിങ്ങളൊരു ടോപ്പ് സ്കില്ലുള്ള ആളാണ്, നിങ്ങൾ എടുക്കുന്ന കമ്പനി ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ജോലി എടുക്കുന്ന കമ്പനിയാണ്. അതിനാണ് മെയിൻ സംഭവം. നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ കമ്പനികൾ കുറവാണ്. സോ 1 ലക്ഷം രൂപ സാലറി തന്നെ നിങ്ങൾ എടുക്കാനുള്ള കമ്പനി ഇപ്പോൾ കറൻ്റ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ 1 ലക്ഷം വരെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. സോ ആ സിനാലിൽ ഇത് പോസിബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ അവരുടെ ബിസിനസ് അത്ര സക്സസ്ഫുൾ ആവണമെന്നില്ല നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും. സോ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ കണ്ട് വിശ്വസിച്ച് 2 ലക്ഷം കിട്ടും 1 ലക്ഷം കിട്ടുമെന്ന് വിശ്വസിച്ച് ഇവർ പറഞ്ഞ 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയുടെ കോഴ്സുകളൊക്കെ ചെയ്ത് ഈ ഫീൽഡിലേക്ക് വരാണ്ടിരിക്കുക. ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ലീഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരാം. നിങ്ങൾ വിചാരിക്കും പോലെ ഇത്ര പ്രോഫിറ്റബിൾ ആയിട്ട് ഫീൽഡല്ല. പക്ഷേ ഈ ഫീൽഡിനൊരു ഗുണമുണ്ട്. നിങ്ങൾക്ക് അവർക്ക് എത്ര ലീഡ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം അതനുസരിച്ച് നിങ്ങൾക്ക് അവർ പൈസ തരും, കമ്മീഷൻ തരും. സോ നിങ്ങൾക്ക് അതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ മാത്രം ഈ ഫീൽഡിലേക്ക് വരാം. മറിച്ച് ഒരു കോഴ്സ് ചെയ്തതെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാനും പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്ന സാലറിയും കിട്ടില്ല.